أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك وزد على رسولك سيدنا محمد سيد الأولين والآخرين. اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأنبياء والمرسلين، وعلى من اهتديتم بهديه وسلك نهجه إلى يوم الجزاء والدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم. ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون. هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. ഏറ്റവും ആദരവും ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുമിച്ച് കൂട്ടിയ പോലെ അവന്റെ ജന്നത്തുൽ ഫിർദൗസ് അല്ലാഹു മക്കളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിനെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിന്നിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ ജിന്ന് രൂപം പ്രാപിക്കുന്ന ചില രൂപങ്ങളെ കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. മനുഷ്യന് യഥാർത്ഥ രൂപത്തിൽ ജിന്നുകളെ കാണാൻ സാധ്യമല്ല എന്നും പറഞ്ഞു. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹും എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് അവരെ കാണാൻ സാധ്യമല്ല, അവനും അവൻ്റെ സൈന്യവും നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കും. ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി ഇസ്ലാമിക്ക് അല്ലാഹു ജിന്ന് പിശാചുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിഹിറിൻ്റെ പുസ്തകങ്ങളൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാം തൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ കുഴിച്ചിരുന്നു. പിന്നീട് ഇബ്ലീസ് വേഷമായി വന്ന് ജൂതന്മാർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിന്നീട് അവരെന്തായത് കുഴിച്ചെടുത്തു സിഹിറിൻ്റെ പുസ്തകങ്ങൾ. ഈ പുസ്തകവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാദിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജൂതന്മാർ നബിതങ്ങളെ സമീപിക്കുന്ന ഒരു സംഭവം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രവാചകൻ, ജിന്നിലേക്കും ഇൻസിലേക്കും അയക്കപ്പെട്ട പ്രവാചകൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ മാത്രമാണ് ജിന്ന് വർഗത്തിലേക്കും ഇൻസ് വർഗത്തിലേക്കും അയക്കപ്പെട്ടത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്ത് ഏതൊക്കെ വിഭാഗം ഉണ്ടോ, വർഗമുണ്ടോ, അതിലേക്കൊക്കെ അയക്കപ്പെട്ട പ്രവാചകൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള പ്രവാചകന്മാർ മനുഷ്യവർഗത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ. അവർ തന്നെ ഏതെങ്കിലും ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിലേക്കുമാണ്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറാഖിലെ മെസപ്പൊട്ടോമിയയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്. മദ്യനിലേക്ക് മദ്യന അഖാഹും ശുഐബ, ശുഐബ് നബി അലൈഹി സ്വലാം മദ്യൻ എന്ന ആ ഒരു പ്രദേശത്തേക്ക്. വഇലാ ആദിൻ അഖാഹും ഹൂദ, ആദ് സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് നബി അലൈഹി സ്വലാം.
വഇലാ സമൂദ അഖാഹും സ്വാലിഹ്, സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാം. അങ്ങനെ ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ ഏതെങ്കിലും കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തേക്ക് ഏതെങ്കിലും ഒരു ഗോത്രങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്ന് ഇൻസ് മുഴുവൻ ആളുകളിലേക്കും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജിന്നുകളുടെ അവരുടെ ഭക്ഷണം, അതേപോലെ അവരുടെ കല്യാണം, അവരുടെ കുട്ടികൾ, എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്, മനുഷ്യനുമായിട്ട് ജിന്നിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, അതേപോലെ ജിന്ന് മനുഷ്യനായിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ, മനുഷ്യന് ജിന്നിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ, ജിന്നുകൾ വസിക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധനായ ഫിഖ്ഹിയും ആണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല. നമ്മുടെ കർമ്മശാസ്ത്രം, നിസ്കാരം പോലത്തെ കർമ്മശാസ്ത്രം ആധികാരികമായി നമ്മൾ എടുക്കുന്ന തുഹ്ഫ എന്ന കിതാബിന്റെ രചയിതാവാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം റാസി എന്ന് പറഞ്ഞാൽ ലോകപ്രശസ്തമായ തഫ്സീർ റാസിയുടെ രചയിതാവാണ് ഇമാം റാസി, അതിന്റെ മുസ്ലിമാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത്തഫഖു അലാ അന്നൽ മലായികത ലാ യഅകുലൂൻ വലാ യശ്റബൂൻ വലാ യഖീമൂൻ. എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറഞ്ഞൊരു കാര്യം, മലക്കുകൾ തിന്നുകയോ കുടിക്കുകയോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല. വഅമ്മൽ ജിന്ന്, പക്ഷെ ജിന്നുകൾ ഫഇന്നഹും യഅകുലൂൻ വയശ്റബൂൻ വയൻകഹൂൻ വയതവാലദൂൻ. അവർ തിന്നുകയും ചെയ്യുന്നു, കുടിക്കുകയും ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, അതേപോലെ അവർക്ക് കുട്ടികളും ഉണ്ടാകുന്നു. അൽ ജിന്നു യഅകുലൂന വയശ്റബൂൻ വയതലാഖഊൻ കമാ യഫ്അലുൽ ഇൻസ്. മനുഷ്യന്മാർ ചെയ്യുന്നത് പോലെ ജിന്നുകൾ കുടിക്കുകയും തിന്നുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇമാം ജാബിർ റളിയല്ലാഹു തആല പറയുന്നു, മാ മിൻ അഹ്ലി ബൈത്തിൻ മിനൽ മുസ്ലിമീൻ ഇല്ലാ വഫീ സഖഫി ബൈത്തിഹി അഹ്ലു ബൈത്തിൻ മിനൽ ജിന്നിൽ മുസ്ലിമീൻ. ഏതൊരു മുസ്ലിമിന്റെ വീട്ടിലും മുസ്ലിം ജിന്നുകൾ അവരുടെ സഖഫ് എന്ന മേൽക്കൂരയിൽ ഉണ്ടാകും. എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും മുസ്ലിം ജിന്നുകൾ ഉണ്ടാകും. എവിടെ? അവരുടെ മേൽക്കൂരയിൽ. അതാണ് അവരുടെ താമസം. ഇദാ വളഅ അദാഉഹും, നിങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പിയാൽ നസലു, അവർ ഇറങ്ങി വരികയും ഫഖാദുമാഹും, അവരോടൊപ്പം ഇരിക്കുകയും ചെയ്യും. മുസ്ലിം ജിന്നുകൾ എവിടെ ഉണ്ടാകും? മുസ്ലിം വീട്ടിലെ മച്ചിലുണ്ടാകും. ഭക്ഷണം വിളമ്പിയാൽ അവരെന്താവും? ഇറങ്ങി വരും, നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. വഇദാ വളഅ അശാവ, വദ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, അശ എന്ന് പറഞ്ഞാൽ ഡിന്നർ. രാത്രി ഭക്ഷണത്തിനാണെങ്കിലും രാത്രി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരും. ഫഖാദുമാഹും, നിങ്ങളുടെ കൂടെ ഒന്നിച്ചിരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. മുസ്ലിം ജില്ല എവിടെ ഉണ്ടാകും? മുസ്ലിം വീടുകളിൽ ഉണ്ടാകും. അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ബിസ്മി ചൊല്ലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ബിസ്മി ചൊല്ലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ. ഈ ഭക്ഷണം ആര് കഴിക്കും? ജിന്നുകൾ കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ജിന്നുകളുമായി സംവദിക്കാറുണ്ട്. നബി തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹൽ സഹിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൽ ജിന്നി മിൻകും അഹദ്, നബി തങ്ങൾ ജിന്നുകളുമായി സംവദിച്ച രാത്രി നിങ്ങളാരെങ്കിലും നബിയോടൊപ്പം ഉണ്ടായിരുന്നോ എന്ന് സഹാബത്തിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവർ ഇല്ല, ഞങ്ങളാരും നബി തങ്ങളോടൊപ്പം ഉണ്ടായില്ല, നബി തങ്ങൾ മാത്രമായിരുന്നു അന്ന് ജിന്നുകളുമായി സംവദിച്ചത്. പക്ഷെ ഒരിക്കൽ മക്കയിലായിരുന്നപ്പോൾ നബി തങ്ങൾ ഒരിക്കലും ഉണ്ടായില്ല, രാത്രി കാണാതായി. രാത്രി അങ്ങോട്ട് നബി തങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, ഓതിയില്ല, നബി
നിമിത്തങ്ങൾ ആരോടൊപ്പം പോയിട്ടുണ്ടാകും? ജിന്നുകളോടൊപ്പം പോയിട്ടുണ്ടാകും. നിങ്ങൾ പരസ്പരം പറയുന്നുണ്ട്. ഹത്താ ഇദാ അസ്ബഹ്ന ഇദൻ ബിഹി യജീഉ മിൻ ഖിബലി ഹിറാ. ഹിറാ ഗുഹയുടെ ഭാഗത്തിൽ നിന്ന് നിമിത്തങ്ങൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരുന്നുണ്ട്. ഫദക്കറു ലഹു അല്ലദീ കാനൂ ഫീഹി. അപ്പോൾ ഞങ്ങൾ അന്ന് രാത്രി സംഭവിച്ച കാര്യം നബിയോട് പറഞ്ഞു. നബിയെ കാണാതെ അത് പരസ്പരം പറഞ്ഞതൊക്കെ നബി തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താനി ദാഇയൽ ജിന്ന് ഫദഹബ്തു മഅഹു ഫഖറതു അലൈഹി മിൻ ഖുർആൻ. മുസ്ലിം ജിന്നുകളായ കുറച്ച് പ്രബോധകർ വന്നിരുന്നു. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അവർക്ക് ഞാൻ ഉണ്ടാക്കി വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. ഫംതലഖ ബിനാ, അങ്ങനെ ഞങ്ങളെയും കൊണ്ടെന്തായി നബി തങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ജിന്നുമായി സംസാരിച്ച് പോയി. ഫഅറന ആസാറ, അവരുടെ അടിയാളങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആസാറ നീറാനി, അവർ കത്തിച്ചതായ തീന്റെ ഒക്കെ അടിയാളം കാണിച്ചു തന്നു. തങ്ങളോട് ജിന്ന് എന്ത് ചോദിച്ചു? നിങ്ങൾക്ക് ഭക്ഷണം വേണം, എന്തെങ്കിലും ഭക്ഷണത്തെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമാക്കി ആക്കി തരണമെന്ന് നബി തങ്ങളോട് ജിന്നുകൾ ചോദിച്ചു. ജിന്നിൽ ജസീറ, ഇവർ ജസീറത്തുൽ അറബിയിലെ ജിന്നുകളായിരുന്നു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ജിന്നുകളായിരുന്നു ഇവർ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കും കുല്ലു അദമി ദുകിറ റസൂലുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ പേര് തിന്നിട്ട് ഭക്ഷിച്ചതായ ഭക്ഷണം, അതിലെ എല്ല്, അതാണ് നിങ്ങളുടെ ഭക്ഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒഴിച്ചിടുന്ന എല്ല്, ബിസ്മി ചൊല്ലി ഒഴിച്ചിടുന്ന എല്ല്, ഇതാണ് മുസ്ലിം ജിന്നുകളുടെ ഭക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇസ്തിൻജാ ചെയ്യാം. കല്ല് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു കൊണ്ടോ എന്ത് ചെയ്യാം? ഇസ്തിൻജാ ചെയ്യാം, മനോഹരിക്കാം. വെള്ളം ഇല്ലാത്ത അവസരത്തിൽ എന്തുകൊണ്ട് മനോഹരിക്കാൻ പാടില്ല? എല്ലുകൊണ്ട് മനോഹരിക്കാൻ പാടില്ല. കാരണം അത് നിങ്ങളുടെ സഹോദരന്മാർ ജിന്നുകളുടെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിന്നുകളുടെ ഭക്ഷണമാണെന്ന് നമ്മൾ വിളിച്ചിരുന്ന എല്ലുകൾ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹു അൻ യഅതിയഹു ബിഅഹ്ജാരി യുസ്തജ്മിറു ബിഹാ. നിമിത്തങ്ങൾക്ക് വെള്ളം നഷ്ടപ്പെട്ടു, മനോഹരിക്കാൻ വെള്ളമില്ല. അപ്പോൾ മനോഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അതോടൊപ്പം നിമിത്തങ്ങൾ എന്ത് പറഞ്ഞു? വലാ തഅതീനി ബിഅദമിൻ വലാ ബിറൗസ. എല്ലും കൊണ്ടുവരുന്നത്, മൃഗങ്ങളുടെ കാഷ്ടവും കൊണ്ടുവരാൻ പാടില്ല. എല്ലും കൊണ്ടുവരണ്ട, മൃഗങ്ങളുടെ കാഷ്ടം കൊണ്ടുവരണ്ട. ഒരു വിധങ്ങൾ ചോദിച്ചു, സ്വഹാബത്ത് ചോദിച്ചു, മാ ബാലു റൗസ് വൽ അദം. നബിയെ, ഈ എല്ലും കാഷ്ടവും ഇതുകൊണ്ട് മനോഹരിച്ചെടുത്താൻ പ്രശ്നവും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതെന്താണ്? ജിന്നുകളുടെ ഭക്ഷണമാണ് എല്ലും മൃഗങ്ങളുടെ കാഷ്ടവും. കുറച്ച് മുസ്ലിം ജിന്നുകൾ എൻ്റെ അടുക്കൽ വന്നു. അവർ എന്നോട് ഭക്ഷണം ചോദിച്ചു. ഞാൻ അല്ലാഹുവോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ ഒരു എല്ലിൻ്റെയും ഒരു മൃഗങ്ങളുടെ കാഷ്ടത്തിൻ്റെയും അരികിലൂടെ പോവുകയില്ല. അതിൽ അവർക്ക് എന്തുണ്ടാകും? ഭക്ഷണം ഉണ്ടാകും. ഏതൊരു എല്ലിൻ്റെയും കാഷ്ടത്തിൻ്റെയും അരികിലൂടെ പോകുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഭക്ഷണമാക്കാനുള്ള ഭക്ഷണം അള്ളാഹു ഒരുക്കി കൊടുക്കും എന്ന് ഞാൻ അള്ളാഹു പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ബൈനമാ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദൻ ജാഅത് ഹയ്യത്തുൻ, ഒരു പാമ്പ് വന്നു. ഒരു പാമ്പ് ഇങ്ങനെ വന്നു. ഫഖാമത് ഇലാ ജംബി ഫഅദിനത് ഫമുഹാ മിൻ ഉദുനിഹി. വന്നിട്ട് അതിങ്ങനെ എണീറ്റ് നിന്ന് അതിൻ്റെ വായ നബിയുടെ ചെവിയുടെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചു. എന്തോ പറയുന്നത് പോലെ പാമ്പ് വന്ന് വായ നബിയുടെ ചെവിയുടെ അടുത്ത് പാമ്പിൻ്റെ വായ വെച്ചു. എന്തോ നബി തങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കെ എന്ന് നബി തങ്ങൾ പറയുകയും ചെയ്തു. അതിന് ഈ പാമ്പുണ്ടായി എഴുന്നേറ്റ് അതിൻ്റെ വൈക്ക് പോയി. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഞാൻ എന്നോട് ചോദിച്ചു. അവർ ജിന്നിൽപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പാമ്പിൻ്റെ രൂപത്തിൽ വരും, ജിന്ന് വരും. ജിന്നായിരുന്നു, ജിന്നിൽപ്പെട്ട ഒരാളാണ്. വല്ലഹു ഖാൽ, ഈ ജിന്നോട് പറഞ്ഞത്
നബി അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം, എല്ലുകൊണ്ടോ മൃഗങ്ങളുടെ കാഷ്ട കൊണ്ടോ എന്ത് ചെയ്യാൻ പാടില്ല, മനോഹരിക്കാൻ പാടില്ല എന്ന് ഉമ്മത്തിനോട് കൽപ്പിക്കണം. അതിൽ അള്ളാഹു നമുക്ക് ഭക്ഷണമാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈയിൽ ഭക്ഷണം കഴിക്കുക, ഇടത് കൈയിലുള്ള ഭക്ഷണം ആരുടേതാണ്? പിശാചിന്റെ. ഇടത് കൈയിൽ ഭക്ഷണം കഴിക്കുക പിശാചായി. അത് തന്നെ രണ്ട് വിരലിലാണ് പിശാച് ഭക്ഷണം കഴിക്കുക. ഒന്നുകിൽ രണ്ട് വിരൽ അല്ലെങ്കിൽ ഒരു വിരൽ. ഇടത്തെ കയ്യിൽ ഒന്നുകിൽ രണ്ട് വിരൽ അല്ലെങ്കിൽ ഒരു വിരൽ. തങ്ങൾ 3 വിരലിൽ ഭക്ഷണം കഴിച്ചു. നബിയുടെ ഭക്ഷണം അങ്ങനെ 3 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു. 2 വിരൽ കൊണ്ട് പിശാചിന്റെ ഭക്ഷണം കഴിക്കും. 2 വിരൽ കൊണ്ടോ അല്ലെങ്കിൽ 1 വിരൽ കൊണ്ടോ, അത് തന്നെ ഇടത് കൈ കൊണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇദാ അക്കല അഹദുക്കും ഫല്യഅകുൽ ബിയമീനിഹി, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി, കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുക. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, പിശാചാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത്. ആരാണ്? പിശാചാണ്. പിശാചിന്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പിശാച് നമ്മളിലേക്ക് പെട്ടെന്ന് കയറും. പിശാചിന്റെ സിമ്പിൾസ് നമ്മൾ ചെയ്യുമ്പോൾ പിശാച് പെട്ടെന്ന് സ്വാധീനം. ഉദാഹരണം, മുസ്തഫ കഞ്ചൂർ എന്ന മുസ്ലിം ജിന്നുമായുള്ള അഭിമുഖത്തിൽ മുസ്തഫ കഞ്ചൂർ പറയുന്നു, ജിന്നുകൾക്ക് എന്തുണ്ട്? കൊമ്പുണ്ട്. എല്ലാ ജിന്നിനും കൊമ്പുണ്ട്. പിശാചുകളുടെ കൊമ്പ് വലുതാണ്. പിശാചുകളുടെ കൊമ്പ് വലുത്. എല്ലാ ജിന്നിനും കൊമ്പുണ്ട്. മുസ്ലിം ജിന്നുകൾക്ക് ചെറുതാണ്, പിശാചുകൾക്ക് വലുതാണ്. അപ്പോൾ ഈ കൊമ്പുള്ള സംഗതി മനുഷ്യന്മാർ ചെയ്യുമ്പോൾ പിശാചുണ്ടാവും, പെട്ടെന്ന് സ്വാധീനം വരുന്നു. ഉദാഹരണം, കൊമ്പിന്റെ ലൈറ്റൊക്കെ ഉള്ളതിന്റെ ഈ കൊമ്പിന്റെ ഉറൂസിനുണ്ടാകുന്ന കൊമ്പിന്റെ ലൈറ്റ്, അതിലേക്ക് ആര് വരും? പിശാച് പെട്ടെന്ന് സ്വാധീനം ചെലുത്തും. കാരണം ശൈത്താന്റെ സിമ്പലാണ്. ശൈത്താന്റെ സിമ്പലാണ്. കുട്ടികളിൽ കൊമ്പ് പോലെ ആക്കാം. കുട്ടികളിൽ മുടി എന്താക്കാം? കൊമ്പ് പോലെ വെക്കാം. അതിലെന്ത് വരും? പിശാച് വരും. കാരണം ശൈത്താന്റെ ചിഹ്നമാണ് അത്. പുസ്തകത്തിൽ പറയുന്നു, വാലുണ്ട്. ജിന്നുകൾക്ക്, പിശാചുകൾക്ക് വാലുണ്ട്. 2 മുതൽ 4 മുതൽ 6 സെന്റിമീറ്റർ വരെയുള്ള വാലുണ്ടായിരിക്കും പിശാചുകൾക്ക്. 4 മുതൽ 6 സെന്റിമീറ്റർ വരെ. ഇബ്ലീസിന് 10 മീറ്റർ വരെ വലുതാവാൻ ഇബ്ലീസിന് സാധിക്കും. 10 മീറ്റർ വരെ വലുതാവാൻ സാധിക്കും. ആ സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള വാലുണ്ടാകും ഇബ്ലീസിലേക്ക്. അപ്പം നമ്മൾ വാല് നോക്കുകയാണെങ്കിൽ പിശാചുണ്ടാകും, പെട്ടെന്ന് സ്വാധീനിക്കും. പിശാചിൻ്റെയോ അല്ലെങ്കിൽ ഈ മോശം ജിന്നിൻ്റെയോ എന്തെങ്കിലും ഒരു അടിയാളം നമ്മൾ കാണുമ്പോൾ അതിലേക്ക് പിശാചുണ്ടാകും, പെട്ടെന്ന് കയറിക്കൊള്ളും. അതുകൊണ്ട് ഇടത് കൈകൊണ്ട് എന്താവരുത്? നിങ്ങൾ കുടിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈകൊണ്ട് തിന്നരുത്. കാരണം അങ്ങനെ ചെയ്യുന്നതാരാകുന്നു? പിശാചാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നൽ അക്കല ബിശ്ശിമാലി യുഹിബ്ബുഹു ശൈത്താൻ, ഇടത് കൈ കൊണ്ടുള്ള ഭക്ഷണം പിശാച് വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വയദൂഇലൈഹി, അതുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആളുകളിൽ, ഇടത് കൊണ്ട് തിന്നുന്ന ആളുകളിൽ പിശാച് പെട്ടെന്ന് കയറിക്കൂടും. ഹംറത്ത്, ചുവപ്പ് പിശാചിന് ഇഷ്ടപ്പെട്ട കളറാണ് ചുവപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്ലെയിൻ ചുവപ്പ് വസ്ത്രം ധരിക്കാൻ പാടില്ല, കാവി ധരിക്കാൻ പാടില്ല, നിത്യവും ബ്ലാക്ക് ധരിക്കാൻ പാടില്ല.
അൽ ഹുംറത്തു അന്നഹാ സീനത്തു ശൈത്താൻ, ചുവപ്പ് ആരുടെ സീനത്താണ്? പിശാചിന്റെ സീനത്ത്. കലർപ്പില്ലാത്ത ചുവപ്പ്. നബി തങ്ങൾ ചുവപ്പ് ധരിച്ചു, പക്ഷെ അതിൽ വേറെ മിക്സഡ് ആയിട്ടുണ്ട്, കളർ മിക്സഡ് ആയിട്ടുണ്ട്. ചുവപ്പ് വസ്ത്രത്തിൽ നബിയേക്കാൾ സുന്ദരനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ. ചുവപ്പും വേറെ കളറും മിക്സ് ആയിട്ടുണ്ട് നബിയുടെ വസ്ത്രത്തിൽ. തനി ചുവപ്പ് പിശാചിന്റെ വസ്ത്രം. അതിൽ അധികം ധരിക്കുമെന്നാകും പിശാചിനെ കയറിക്കൂടാൻ സാധ്യതയുണ്ട്. كنا إذا حضرنا مع رسول الله صلى الله عليه وسلم طعاما. حذيفة رضي الله عنه നബി തങ്ങളുടെ മുമ്പിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു വെച്ചു. ലം യള അഹദുൻ മിന്നാ യദഉ ഹത്താ യബ്ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഭക്ഷണം തുടങ്ങട്ടെ, കഴിക്കാൻ തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും ഉണ്ടായില്ല, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയില്ല. അന്നേരം ഒരു ഗ്രാമീണനായ ഒരാൾ വന്നു ഭക്ഷണത്തിലേക്ക് കൈ നീട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നബി എന്തായി? കൈ പിടിച്ചു. വേറൊരു പെണ്ണും വന്നു ആ സമയത്ത്, അവളുടെ കൈയിൽ നബി എന്തായി? പിടിച്ചു. തിന്നിട്ട് വന്നിട്ട് കൈ നിമിത്തങ്ങൾ പിടിച്ചു. എന്നിട്ട് വിശ്വാസമാതങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന ല യസ്തഹില്ലു ബിഹി. പിശാച് വന്ന് ഈ ഭക്ഷണത്തെ പിശാചിന്റെ ഭക്ഷണമാക്കിയിട്ട് തിന്നാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തായി? ഞാൻ കൈ പിടിച്ചതാണ്. കാരണം ഇവരെന്തായില്ല വിസ്മിച്ചല്ലാതെ തിന്നു. അങ്ങനെ തിന്നുമ്പോൾ ഈ ഭക്ഷണം ലാറ്റ് തിന്നാൻ വേണ്ടി പറ്റും, ശൈത്താന് തിന്നാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ എന്താക്കി? രണ്ടുപേരുടെ കൈ പിടിച്ചു. അവളുടെ കൈ പിടിച്ചു, ഇയാളുടെ കൈ പിടിച്ചു. ഇവ രണ്ടാളുടെ കൈയോടൊപ്പം ആരുടെ കൈയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ശൈത്താന്റെ കൈയും ഉണ്ടായിരുന്നു. മൂന്നാം കൈയും ആരെ പിടിച്ചിട്ടുണ്ട്? പിടിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിലേക്ക് ബിസ്മില്ലാതെ കൈ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നബി എന്തായി? രണ്ടാമത്തെ കൈ പിടിച്ചു. ബിസ്മില്ലാതെ തുടങ്ങുമ്പോൾ ആർക്കും തിന്നുന്നതല്ലോ പിശാചിന്. നമ്മൾ പറയുന്നില്ല എത്ര തിന്നിട്ടും വേറെ തോന്നുന്നില്ല. അത് സംഭവിച്ചാണ്. ബിസ്മില്ലാതെ തുടങ്ങുമ്പോൾ ഭക്ഷണം എല്ലാവരും തിന്നു, പിശാച് കാണുമ്പോൾ ഭക്ഷണം ഉണ്ടാവും, കാണാൻ ഭക്ഷണം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കിട്ടേണ്ടത് ആരെങ്കിലും ശൈത്താനെടുക്കും. ഒരു വിധങ്ങൾ രണ്ടാളെ കൈ പിടിച്ചു. അതോടൊപ്പം ശൈത്താൻ കൈ പിടിക്കുമ്പോൾ ശൈത്താന്റെ കൈയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. വിധങ്ങൾ പറഞ്ഞു ഒരു ഹദീസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന ശൈത്താന ജസ്സാസുൽ ലഹാസ്. പിശാച് അതീവ ജ്ഞാനമുള്ള സിക്സ്ത് സെൻസുള്ളതാണ്, ഭയങ്കര സെൻസാണ് പിശാചിന്. അതീവ ദൂരത്തുള്ളത് പിശാചിന് കാണാൻ വേണ്ടി പറ്റും, ദൂരത്തുള്ളത് മണക്കാൻ വേണ്ടി പിശാചിന് പറ്റും, അറിയാൻ വേണ്ടി പറ്റും. അതായത് ഭയങ്കര സെൻസുള്ള ആളാണ് പിശാച്. സെൻസ് മീൻസ് ദൂരത്തുള്ളത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പിശാചിന് പറ്റും. നിങ്ങൾ എന്താക്കുക? സ്വയം സൂക്ഷിക്കണേ. ഒരാൾ രാത്രി ഭക്ഷണം കഴിച്ചു, അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ കയ്യിൽ ഭക്ഷണത്തിന് എന്തെങ്കിലും വാസനയുണ്ട് എങ്കിൽ എന്നിട്ടോ അവർക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മറ്റോ വന്നാൽ അവൻ ആരെ മാത്രം ആക്ഷേപിച്ചാൽ മതി? അവന്റെ സ്വന്തം ശരീരത്തെ മാത്രം ആക്ഷേപിച്ചാൽ മതി. ഓനെ വരുത്തി തീർത്ത വിപത്താണ് അത്. മനസ്സിലായില്ല? അതായത് ഭക്ഷണം കഴിച്ചിട്ട് വാസന ഉണ്ടെങ്കിൽ അതോടെ കൂടെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പിശാചുണ്ടാവും, മണത്തറിഞ്ഞിട്ട് വരും. അത് മുഖേന രോഗം വരും. ചിലപ്പോൾ പൈശാചികമായ രോഗമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജിസ്മാനിയായ രോഗമായിരിക്കാം. എന്ത് രോഗം വന്നാലും ആര് മാത്രം കുറ്റം പറഞ്ഞു പറയും? നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞാൽ നീയാണ് ഉണ്ടാക്കിയത്, അങ്ങനെ വരുത്തി വെച്ചതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളുടെ എല്ലാത്തിലും പിശാച് വരുന്നു. ഇന്ന ശൈത്താന യജ്രി ബിബനി ആദമ മജ്റതൻ. രക്തം പോകുന്നിടത്തൊക്കെ പിശാചിലേക്ക് പോകാൻ പറ്റും. എവിടെയൊക്കെ രക്തം പോകുന്നുണ്ടോ അതിലൂടെയൊക്കെ പിശാചിലേക്ക് കയറ്റി ചെല്ലാൻ വേണ്ടി പറ്റും. വിധങ്ങൾ പറഞ്ഞു, ഇന്ന ശൈത്താന യഹ്ദുറു അഹദകും ഇൻദ കുല്ലി ശൈഇൻ ശൈഇൻ. എല്ലാ കാര്യത്തിലും, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പിശാച് നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഹത്താ യഹ്ദുറ തആം. ഒരാളുടെ ഭക്ഷണം മുമ്പിലേക്ക് വെച്ചാൽ അവിടെ പിശാച് എത്തും.
ഫൈദാ സഖതത മിൻ അഹദികും ലുഖ്മത എന്തെങ്കിലും ഭക്ഷണത്തിൽ ഒരു വറ്റോ ഒരു പിടിയോ ഒരു കഷ്ണം വീണാൽ ഫല്യമുസ് മാ കാന ബിഹാ മിൻ അദ അതിൽ പറ്റിയിട്ടുള്ള പൊടിയോ മറ്റൊക്കെ തട്ടിയിട്ട് എന്താക്കണം അത് നിങ്ങൾ തിന്നണം. തിന്നണം. പിശാചിന് വേണ്ടിയിട്ട് അതിനെന്താക്കരുത്, മാറ്റിവെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറ റസൂലുള്ളാഹി ഇൻദ ദഖൂലി ഒരാൾ വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വീട്ടിൽ കയറിയാൽ വഇൻദ ത്വാമിഹി അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കും. ബിസ്മിയുടെ തന്നെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ മതി. ഒരഞ്ചാളോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ മതിയാവും. ഒരാൾ ബിസ്മി ചൊല്ലിയാൽ സുന്നത്ത് കിഫായ എന്ന് പറയും. ഫർദ് കിഫായ ഉണ്ട്, ഫർദ് ഐനുണ്ട്. സുന്നത്ത് കിഫായ ഉണ്ട്, സുന്നത്ത് ഐനുണ്ട്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ചൊല്ലണം. കൂട്ടത്തിലാകുമ്പോൾ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ മതിയാവും. ഫർദുള്ളതുപോലെ നിസ്കാരം എല്ലാവർക്കും എന്താണ് ഫർദൈനാണ്, ഓരോരുത്തർ ചെയ്യണം. പക്ഷെ എന്ത് നമ്മൾ മയ്യിത്ത് നിസ്കാരം നാട്ടിലെ ഒരാൾ ചെയ്താൽ മതിയാണ്. അതേപോലെ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഓരോരുത്തരും ബിസ്മി ചൊല്ലണം. കൂട്ടത്തിലാകുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ എല്ലാവർക്കും മതിയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലാം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. അങ്ങനെ ചെല്ലിയാൽ പിശാചുണ്ടാവും, വീട്ടിൽ ശൈത്താൻ ഉണ്ടാവും. ശൈത്താൻ പറയും ലാ മബീത ലക്കും വലാ അശ, നമ്മൾക്ക് ഇന്നുന്നില്ല, രാത്രി ഭക്ഷണമില്ല, രാത്രി താമസിക്കാനുള്ള വീടില്ല, അപ്പോൾ എന്താക്കാം പോവാന്ന് പറഞ്ഞ് പിശാചുണ്ടാവും, ഇറങ്ങിപ്പോകും. ഇനി വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ശൈത്താൻ പറയും അദ്റക്തുൽ മബീത്, നമുക്ക് എന്താക്കി ഒരു വീട് കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ എന്താക്കാം. ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ശൈത്താൻ പറയും അദ്റക്തുൽ മബീത വലാ അശ, നമുക്ക് ഡിന്നർ സെറ്റായി പാർക്കാനുള്ള സ്ഥലം സെറ്റായിട്ട് ആര് പറയും, ശൈത്താൻ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പിശാച് പരസ്പരം കല്യാണവുമായി ബന്ധപ്പെട്ട ശൈത്താൻ ജിന്നുകളുടെ കല്യാണം, അതുപോലെ അവരിൽ കുട്ടികളുണ്ടാകുന്നത്. ഇബ്ലീസ് നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഇബ്ലീസ് ജിന്നിൽപ്പെട്ട ആളാണ്. ഇബ്ലീസ് ആരല്ല, ജിന്നുകളുടെ നേതാവല്ല, പിതാവല്ല. ജിന്നുകളുടെ പിതാവിൻ്റെ പേര് ജാൻ എന്ന് പറഞ്ഞു. ഇബ്ലീസിനെ വേണമെങ്കിൽ എന്തും പറയാം, ശൈത്താന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇബ്ലീസിന്റെ മക്കൾക്കാണെന്ന് പറയാം, ശൈത്താൻ എന്ന് പറയാം. ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ കഹ്ഫിൽ അഫതത്തഖിനൂനഹു വദുരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലക്കും അദുവ്വും ബിഇസ്മിൽ ളാലിമീന ബദല അഫതത്തഖിനൂനഹു വദുരിയതഹു ഔലിയാ, നിങ്ങൾ ഇബ്ലീസിനെയും അവന്റെ സന്താനങ്ങളെയും സഹായികളാക്കുകയാണോ? മിൻ ദൂനി, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ കൂട്ടാളികളെയും സഹായികളാക്കുകയാണോ? വഹും ലക്കും അദുവ്വുൻ, അവർ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അവനെ സഹായികളാക്കണ്ട, അവനെയും ആക്കണ്ട, അവന്റെ സന്താന മക്കളെയും ആക്കണ്ട. അവരാരാണ്? നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഇബ്ലീസിനിക്ക് കുട്ടികളുണ്ടാകും. ഇബ്ലീസിനിക്ക് നമ്മൾ ശാരീരിക ബന്ധമുണ്ട്, ശൈത്താനിക്കും ശാരീരിക ബന്ധമുണ്ട്. അവർ തമ്മിൽ ബന്ധത്തിലേർപ്പെടുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ബന്ധത്തിലേർപ്പെടുന്നത് പോലെ അവരും ബന്ധത്തിലേർപ്പെടുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ ലം യതുമിഥുന്ന ഇൻസുൻ ഖബ്ലഹു വലാ ജാൻ ഫബിഅയ്യി ആലാഇ റബ്ബിഹിമാ തുകദ്ദിമാൻ. ഹൂറുൽ ഐനികളായ സ്വർഗീയ സുന്ദരികളെ സ്വർഗവാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവരെ ഒരു മനുഷ്യനോ ഒരു ജിന്നോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അത്രയും ഫ്രഷായ ആളുകളാണ് ഹൂറുൽ ഐൻ. അത് ജിന്നുകൾക്ക് ശാരീരിക ബന്ധം പറ്റും എന്നതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇവർ നിങ്ങൾക്ക് മുമ്പ്, സ്വർഗവാസികളെ നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല, ഒരു ജിന്നും ആരും തൊട്ടിട്ടില്ല. സ്വർഗത്തിലെ ഹൂറുൽ ഐനുകളെ പെണ്ണുങ്ങളെ തൊട്ടിട്ടില്ല. ഈ ജിന്നുകൾക്ക് എന്തുണ്ട്? ശാരീരിക ബന്ധം ഉണ്ട്, അവർക്ക് ശത്രുത്വമുണ്ട്. ഈ വിഷയത്തിൽ അപ്പോൾ هم أولادهم يتوالدون كما يتوالد بنو آدم.
മനുഷ്യർ പ്രസവിക്കുന്നത് പോലെ ജിന്നുകൾ പ്രസവിക്കും, കുട്ടികളുണ്ടാകും. മനുഷ്യർ കല്യാണം കഴിക്കുന്നത് പോലെ ജിന്നുകളും കല്യാണം കഴിക്കും. പക്ഷെ വ്യത്യാസം അക്ബർ എണ്ണം കൂടുതലായിരിക്കും. ഒറ്റ പ്രസവിച്ച് 10-20 പ്രസവിച്ചു പോകും. നമ്മളിൽ 2 അല്ലെങ്കിൽ മാക്സിമം 3-4 സാധാരണഗതിയിൽ. നമ്മൾ അധികമായി 1. പക്ഷെ പിശാചുകളിൽ കൂടുതൽ 10-15 പിശാച് പ്രസവിക്കും. ഇതിൻ്റെ രൂപം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ ജസ്സഅൽ ഇൻസ വൽ ജിന്ന 10 ജസാ. ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും അല്ലാഹു 10 വിഭാഗമാക്കി. 9 മിൻഹും അൽ ജിന്ന്, 9 മാനങ്ങളായിരിക്കും ജിന്നന്നെ. മനസ്സിലായില്ലേ? ജിന്നിനെയും ഇൻസിനെയും ഒക്കെ കൂട്ടിയിട്ട് 10 വിഭാഗമാക്കി. 10-ൽ 9 മാനല്ലേ ജിന്നൻ. ഒരു എണ്ണത്തിലുണ്ടാവും. ഇൻസത്ര മറ്റൊരു ജുസ്, 10 ഒരു വിഭാഗം, 9 ജിന്നൻ. ഫലാ യൂലദു മിനൽ ഇൻസി ഇല്ലാ വലദുൻ, ഫലാ യൂലദു മിനൽ ഇൻസി വലദുൻ ഇല്ലാ ഉലിദ മിനൽ ജിന്നി 9. മനുഷ്യരിൽ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ജിന്ന് 9 എന്താകും ജന്മം നൽകും. മനുഷ്യന് ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ജിന്ന് 9 ജന്മം നൽകും എന്ന് അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. ബലഗനാ അന്ന ഇബ്ലീസ് ഖാൽ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി ഇന്നക ഖലഖത ആദം, നീ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. വജഅൽത ബൈനി വബൈനഹു അദാവ തസല്ലതുനി അലൈഹി, എനിക്ക് മനുഷ്യരുടെ മേൽ കീഴ്പ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ശത്രുത എനിക്ക് എന്താക്കി നൽകി. ഏത് രൂപത്തിലും മനുഷ്യന്റെ ഏത് രൂപത്തിലും ഇബ്ലീസ് വരും. ഇത് അല്ലാഹു കൊടുത്ത കഴിവാണ്. അല്ലാഹുവാണ് റഹ്മാനാണ്. ദുനിയാവിൽ കാഫിരികൾക്കും മുഅ്മിനീങ്ങൾക്കും അല്ലാഹു കരുണ ചെയ്യും അവർ ചോദിക്കുന്ന രൂപത്തിൽ. അത് അല്ലാഹു കൊടുത്ത കഴിവ്. മനുഷ്യന്റെ 6 രൂപമുണ്ട്, 6 വഴികളുണ്ട്. മുകൾ ഭാഗത്തിലൂടെയും താഴ്ഭാഗത്തിലൂടെയും പിശാചിലേക്ക് വരാൻ പറ്റുകയില്ല. മുമ്പിൽ വരും, ബാക്കിൽ വരും, വലത് ഭാഗത്തിലും വരും, ഇടത് ഭാഗത്തിലേയും വരും. വലത് ഭാഗത്തിലേയും വരും, ഇടത് ഭാഗത്തിലേയും വരും. വലത് ഭാഗത്തിൽ വരും, ഇടത് ഭാഗത്തിൽ വരും, മുമ്പിൽ വരും, ബാക്കിൽ വരും. മുകളിലൂടെ വരാൻ പറ്റുകയില്ല. കാരണം മുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് മുകൾ ഭാഗം. അള്ളാഹു അബദിനോട് അടിമയോട് അടുക്കുന്ന സ്ഥലമാണ് മുകൾ ഭാഗം. താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അത് മൗദി സുജൂദാണ്, സുജൂദിന്റെ സ്ഥലമാണ് താഴ്. അബദ് ആരോട് അടുക്കുന്ന സ്ഥലം, അള്ളാഹുവിനോട് അടുക്കുന്ന സ്ഥലം. മുകൾ ഭാഗം അള്ളാഹു അടിമയോട് അടുക്കുന്ന സ്ഥലം, അവന്റെ റഹ്മത്ത് ചേർത്തിട്ട് അടിമയോട് അടുക്കുന്ന സ്ഥലമാണ് മുകൾ ഭാഗം. അതിലൂടെ പിശാചിലേക്ക് വരാൻ പറ്റില്ല. താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ അടിമ അള്ളാഹുവിനോട് അടുക്കുന്ന സ്ഥലം, സുജൂദ് ചെയ്തിട്ട് അള്ളാഹുവിനോട് അടുക്കുന്ന സ്ഥലമാണ് താഴ്ഭാഗം. അതുകൊണ്ട് താഴ്ഭാഗത്തിലൂടെയും മുകൾ ഭാഗത്തിലൂടെയും പിശാചിലേക്ക് വരാൻ സാധ്യമല്ല. വലത് ഭാഗവും ഇടത് ഭാഗവും മുൻഭാഗവും പിൻഭാഗവും പിശാചിലേക്ക് വരാൻ സാധ്യമാകും. എന്റെയും മനുഷ്യന്റെയും ഇടയിൽ ഭയങ്കര ശത്രുത വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെന്താക്കാൻ വേണ്ടി പറ്റും, കീഴടക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു കൊടുത്ത ഇതാണ്. അവർ പോകുന്ന മനുഷ്യർ പോകുന്ന എല്ലാ വഴിയിലും ഞാൻ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും അവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. ഇല്ലാ ഇബാദത്തുൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങളായ അടിമകൾ ഒഴികെ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പറ്റുകയില്ല. ബാക്കി എല്ലാവരെയും ആരും വഴിപിഴപ്പിക്കും, പിശാച് വഴിപിഴപ്പിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസ് പറഞ്ഞു, എനിക്കെന്താക്കി തരണം, ഇനിയും കൂടി തരണം. ഇത്ര പോലെ ഇനിയും ഉണ്ടാവണം, അവരുടെ മേൽ ആധിപത്യം ഉണ്ടാവണം. അപ്പം സുദൂറും മസാജിയും, അവരുടെ നെഞ്ച് എന്താണ്, നിന്റെ വാസസ്ഥലാണ്, നെഞ്ചിൽ പോയിട്ട് പാർത്തോളം. പിന്നെ ഇബ്ലീസ് പറഞ്ഞു ഇനിയും വേണം. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ലാ യൂലദു ലി ആദമ വലദുൻ ഇല്ലാ ഉലിദ ലക അശ്റ. മനുഷ്യനിക്ക് ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ നീക്ക് എത്ര പ്രസവിക്കും? 10 പ്രസവിക്കും. കാരണം ഇനിയും പറഞ്ഞു.
വജ്രിബ് അലൈഹിം ബിഖൈരി, നിന്റെ ഏത് ചതി കൊണ്ടും അവരുടെ മേലെന്തായി പ്രവേശിക്കാം. വലിച്ച് നിന്റെ കൈ കൊണ്ടും കാൽ കൊണ്ടും എങ്ങനെയൊക്കെ പ്രവേശിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രവേശിച്ചോ. അവരുടെ സ്വത്തിലും മക്കളിലും നീക്ക് എന്താക്കാം, പങ്കാളിയാകാം. നമ്മുടെ സ്വത്ത് ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള ഇബാദത്ത് പറഞ്ഞാൽ നിസ്കാരമല്ല. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ളത് സ്വതന്ത്ര ചെയ്യലാണ്. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പ് സ്വതന്ത്ര ചെയ്യൽ. സ്വതന്ത്ര ചെയ്യുമ്പോൾ പിശാച് എന്താക്കും, കുറച്ചെടുത്തിട്ട് എനിക്ക് മക്കൾക്കും വേണ്ട എന്നിടത്ത് പിശാച് എന്താക്കും, അത് എടുത്തു വെക്കാൻ വേണ്ടി പറയും. ആര് പറയും? ഇബ്ലീസ് പറയും. നിസ്കാരത്തിലൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് ഒരു ടീമിലാക്കിയിട്ടുണ്ട്. ഖിൻസബ് എന്നാണ് അവരുടെ പേര്. ഇബ്ലീസിന്റെ സൈന്യത്തിൽ ഖിൻസബ് എന്നൊരു സൈന്യമുണ്ട്. ആ സൈന്യമാണ് എന്താക്കുന്നത്, നിസ്കരിക്കുന്നവരെ വസ്വാസാക്കുന്നത്. ഖിൻസബ് ഇബ്ലീസിന്റെ പണിയല്ല. ഇബ്ലീസ് സൈന്യത്തെ ഖിൻസബ് എന്ന സൈന്യം, ആ സൈന്യമായി അവർക്ക് പാൽക്കൊണ്ടില്ല. അവർക്ക് നിസ്കരിക്കുമ്പോൾ വസ്വാസം ഉണ്ടാക്കുന്നതൊക്കെ ആരായിരിക്കും? ഖിൻസബായിരിക്കും. അപ്പോൾ ഇബ്ലീസ് വസ്വാസം ഉണ്ടാക്കുന്നത്, ഇബ്ലീസിന് വെറുപ്പുള്ളത് നമ്മുടെ സ്വത്തിൽ അള്ളാഹുവിനോട് സ്വതക്ക ചെയ്യുമ്പോൾ സക്കാത്ത് കൊടുക്കും. ഇതൊക്കെ പിശാച് ഇബ്ലീസിന് ഭയങ്കര വെറുപ്പുള്ള സംഗതിയാണ്. അതേപോലെ ഔലാദ്, കുട്ടികളിൽ മക്കളിൽ ഔറത്തിന്റെ ആളാണ് ഇബ്ലീസ്. ഇന്ന ശൈത്താന തൽഅബു ബിഔറാത്തി ബനി ആദം, മനുഷ്യരുടെ ഔറത്ത് കൊണ്ട് പിശാച് കളിക്കും. വ്യഭിചാരത്തെ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ ഒരു ഭാര്യയുമായിട്ട് ജിമാ ചെയ്തു, ബന്ധത്തിലേർപ്പെടും, ശാരീരിക ബന്ധത്തിലേർപ്പെടും. ഫലം ബിസ്മി ചെല്ലിയിട്ടില്ലെങ്കിൽ അവന്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ പിശാച് എന്താകും, നുഴഞ്ഞു കയറിയിട്ട് ഈ ശൈത്താൻ ഇവനോടൊപ്പം ആരെ ബന്ധത്തിൽ ഏർപ്പെടും? തൻ്റെ ഭാര്യ ബന്ധത്തിൽ ഏർപ്പെടും. ബിസ്മില്ലാതെ ഒരാൾ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശൈത്താനിയുടെ പുണ്യസ്ഥാനത്തിൽ കയറി കൂടിയിട്ട് ഭാര്യയോടൊപ്പം ഇവനോടൊപ്പം ആരുണ്ടാവും? ബന്ധത്തിൽ ഭാര്യയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശൈത്താനുണ്ടാവും. ഫൈജാമിയും മാവും അഹ്ലും, ഭാര്യയോടൊപ്പം. അതാണ് പിന്നെ കുട്ടികൾ ശരിയില്ല, കുട്ടികൾ പോയി വടക്കായെന്നല്ലോ അറിയാം. ഇതാണ് സംഭവം. പറഞ്ഞു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബി ശൈത്താന വജന്നിബി ശൈത്താന. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താൻ വഅഊദു ബിക അൻ യഹ്ദുറൂൻ. പിശാചിന്റെ വസ്വാസിൽ നിന്നും പിശാച് ഞങ്ങളിലേക്ക് വരുന്നതിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അതോടൊപ്പം അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തന, ഞങ്ങളിൽ പിശാച് വരുന്നതിനും ഞങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളിൽ പിശാച് വരുന്നതിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. ഇത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പറയണമെന്ന് വിശ്രദ്ധാർത്ഥമാണ്. ഇബ്ലീസിലേക്ക് ഭാര്യയുണ്ടോ എന്ന് ഇമാം ശൗബി റളിയല്ലാഹു ചോദിക്കപ്പെട്ടു പറഞ്ഞു. ഉണ്ട്. അറസ് എന്നാണ് ഇബ്ലീസിന്റെ ഭാര്യയുടെ പേര്. അറസ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു പറയുന്നു, അന്ന ഇബ്ലീസ് അദ്ഖല ഫർജഹു ഫി ഫർജി നഫ്സിഹി ഫബാല ഖംസ ബൈദാത് ഫഹാദാ സുൽദിയ. അവന്റെ ഫസ്റ്റത്തെ കുട്ടികൾ പറഞ്ഞാൽ ഇബ്ലീസ് സ്വയം എന്തായി, അവന്റെ ഒരു തൊടയിൽ ആണിന്റെ ഫർജും മറ്റു തൊടയിൽ പെണ്ണിൻ്റെ, ഒരു തൊടയിൽ ആണുങ്ങളെ ഗുഹ്യസ്ഥാനം, മറ്റു തൊടയിൽ പെണ്ണിൻ്റെ ഗുഹ്യസ്ഥാനം. ഇതെന്താവും? പിശാച് ഇങ്ങനെ അടിച്ചാൽ എന്തായത് കുട്ടികളുണ്ടാക്കിയത്. മനസ്സിലായത്? നമ്മൾ പഴയ കാലത്ത് മാമന്മാർ പറയും അതുകൊണ്ട് ഇങ്ങനെ ആട്ടാൻ പാടില്ല. അതന്നെ സംഭവം. ഒരു തൊടയിൽ ആണിൻ്റെ ഗുഹ്യസ്ഥാനം, ഒന്നിൽ പെണ്ണിൻ്റെ. ഇതിങ്ങനെ അടിച്ചിട്ട് എന്തായി കുട്ടികൾ ഉണ്ടാക്കി. ഫസ്റ്റ് ഉണ്ടായത് ഹംസ ബൈലാസ്, മുട്ടയാണെന്ന് പറയുന്നത്. മുട്ട അത് പ്രസവിക്കാളെന്തില്ല, ഗർഭപാത്രമൊന്നുമില്ല, മുട്ട. ഇതാണ് യഥാർത്ഥ അതിൻ്റെ ശരിക്കുള്ള കുട്ടികൾ, 5 എണ്ണം.
അല്ലാഹു ഖലഖ ലഹു ഫീ ഫഖ്ദിഹിൽ യുംനാ ദക്കറ, വലത്തെ തൊടയിലെ ആണിന്റെ ഗുഹ്യസ്ഥാനം കൊടുത്തു ഇബ്ലീസിലേക്ക്. വഫിൽ യുസ്റ ഫർജ, ഇടത്തേതിൽ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനം. ഫഹുവ യൻകിഹു ഹാദ ബിഹാദ, ഇവനിത് അടിച്ചിട്ടുണ്ടാവും ശാരീരിക സ്വയം തന്നെ ഏർപ്പെടുത്തും. ഫയഖ്റുജു ലഹു കുല്ല യൗമിൻ അശ്റ ബൈദാത്ത്, എല്ലാ ദിവസവും 10 വൈലത്ത് പുറത്തു വരും. യഖ്റുജു മിൻ കുല്ലി ബൈദത്തിൻ 70 ശൈത്താൻ, ഓരോ മുട്ടയിലും 70 ശൈത്താൻ. 70 ശൈത്താൻ പെണ്ണ്, 70 ശൈത്താനാണ്. 70 ശൈത്താനാണോ 70 ശൈത്താൻ പെണ്ണ് ഓരോ മുട്ടയിലും. ഫഹുവ യഖ്റുജു, അതിങ്ങനെ പുറത്തു വന്നു, അതിങ്ങനെ പാറിക്കളിക്കും എന്ന് ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി മനുഷ്യരുമായിട്ട് മനുഷ്യനും ജിന്നും ജിന്ന് ഒരു ഇൻസിയത്തായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതേപോലെ ജിന്നിയ മനുഷ്യനായ പുരുഷൻ ജിന്നീയത്തായ ജിന്ന് പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്ക് എന്ത് പറ്റും? നിങ്ങളുടെ കുട്ടികളിലും അതേപോലെ സ്വത്തിനും പങ്കാളിയാവാൻ ജിന്നുകൾക്ക് പറ്റുന്നതാണ്. പക്ഷെ അത് ഹറാമ് എന്നാണ് പ്രബലമായ അഭിപ്രായം. കറാഹത്ത് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ജിന്നിനെ കല്യാണത്തിൽ. കറാഹത്ത് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. പ്രബലമായ അഭിപ്രായം ഹറാം, കല്യാണം കഴിക്കാൻ പറ്റുന്നൊരു കാര്യത്തിലല്ല ഹറാമാക്കൽ. കള്ളുകുടിക്കൽ ഹറാം. എന്തുകൊണ്ട്? കള്ളുകുടിക്കാൻ പറ്റും, പക്ഷെ കടലിന്റെ വെള്ളം കുടിക്കൽ മൊത്തം ഹറാമെന്ന് അവിടെ എഴുതിച്ചില്ല. കാരണം എന്താണത്? സാധ്യമല്ല. മനസ്സിലായില്ലേ? കള്ളുകുടിക്കൽ എന്താണ്? ഹറാം. അത് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടലിന്റെ വെള്ളം മൊത്തം കുടിക്കൽ ഹറാമെന്ന് ഒരു കിതാബിലും എഴുതിയിട്ടില്ല. കാരണം സാധ്യമല്ല, കഴിയല. സാധ്യമായൊരു കാര്യത്തിന് മാത്രം എന്താക്കുന്നു വിധി പറയുന്നു. അപ്പോൾ ജിന്നുകളെ കല്യാണം കഴിക്കൽ ഹറാമാണ് എന്ന് വിധിയുണ്ട്. എന്ന് പറഞ്ഞാൽ ജിന്നുകളെ കല്യാണം കഴിക്കാൻ സാധ്യമാണ്, പക്ഷെ വിധി എന്താണ്? ഹറാമാണ്. ജിന്നിനെ കല്യാണം കഴിച്ച സംഭവം ഉണ്ട്. സംഭവം പറയാം. അബ്ദുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അൽ മുഖന്നിസൂന ഔലാദുൽ ജിൻ, പെൺകോന്തന്മാർ ആണുങ്ങൾ തന്നെ, പക്ഷെ പെണ്ണിന്റെ സ്വഭാവം, സ്ത്രീത്തോടുള്ള പെൺകോന്തന്മാർ, പെണ്ണിനെ പോലുള്ള പെരുമാറ്റം. ഔലാദുൽ ജിൻ, ജിന്നിന്റെ കുട്ടികളായിരിക്കും. അതായത് ഇയാളോടൊപ്പം ആരും കൂടിയിട്ടുണ്ടാവും. ജിന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ കൂടിയിട്ടുണ്ടാകും. ഇബ്ൻ അബ്ബാസ് അതെങ്ങനെയാണ് എന്ന് ഇബ്ൻ അബ്ബാസ് ചോദിച്ചു പറഞ്ഞു. ഇന്നല്ലാഹ വറസൂലുഹു നഹയ, അല്ലാഹു റസൂൽ നിരോധിച്ചിട്ടുണ്ടല്ലോ, അയ്യഅതിയ റജുലു ഇംറഅതഹു വഹിയ ഹൈലുകാരിയായിരിക്കെ, ആർത്തവകാരിയായിരിക്കെ എന്ത് ചെയ്യാൻ പാടില്ല? പെണ്ണുമായിട്ട് യാതൊരുവിധ സുഖത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് അല്ലാഹു റസൂൽ നിരോധിച്ചു. ഫഇദ അതാഹ, ഇനി ഒരാൾ ഹൈലുകാരിയുമായിട്ട് ബന്ധപ്പെട്ടാൽ സബഖഹു ശൈത്വാൻ, പിശാച് യോനാക്കാൻ മുമ്പുണ്ടാകും ഈ പെണ്ണിനെ ബന്ധത്തിൽ ഏർപ്പെടുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഫഹമലത്, ഇവൾ ഗർഭിണിയാവുകയും ഫജഅത് ബിൽ മുഖന്നസ്, അങ്ങനെ പെൺകോന്തനായ സ്ത്രീയുള്ള ആണ് ജനിക്കുകയും ചെയ്യും എന്ന്. ലോ അന്ന അഹദകും അറാദ അൻ യഅതിയ അഹ്ലഹു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന വജന്നിബി ശൈത്വാന ഫിമാ റസഖ്തനാ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാന, അല്ലാഹുവേ പിശാചിനെ ഞങ്ങളിൽ നിന്നും ദൂരത്താക്കി കളയണമേ. വജന്നിബി ശൈത്വാന ഫിമാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് തരുന്ന മക്കളിലും പിശാചിനെ ദൂരത്താക്കി തരണമേ എന്ന് പറയണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു യഖ്ദുറു ബൈനഹുമാ വലദുൻ ഫീ ദാലിക ലം യദുറുഹു ശൈത്വാനു അബദാ. ഇനി ആ ശാരീരിക ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ പിശാചിനെ ഒരിക്കലും ഉപദ്രവിക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ കുട്ടിച്ചാത്തൻ രാക്ഷസിയൊക്കെ വരുന്നത് ഇതിൽ നിന്നാണ്. ജിന്നും ഇൻസും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബൈനൽ ഇൻസ് വൽ ജിന്നിയത്തിൽ ഖുന്നസ് എന്ന് പറയും. ഇൻസ് മനുഷ്യ പുരുഷനും
ജിന്ന് പെണ്ണും തമ്മിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ ഹുനസ് എന്ന് പറയും. പെൺകോന്തൻ, സ്ത്രീണതയുള്ള ആളുകൾ എന്ന് പറയും. വലിൽ മുതമല്ലി ബൈനൽ ആദമി വസ്സൂല, ഒരു രാക്ഷസിയും രാക്ഷസായ പെണ്ണും പുരുഷൻ ആണും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അൽ അംലോ ആര് വരും? കുട്ടിച്ചാത്ത വരും. സാധ്യമാണ്. ജിന്നും മനുഷ്യനും തമ്മിലുള്ള കല്യാണവും സാധ്യമാണ്, ശാരീരിക ബന്ധത്തിലേർപ്പെടും സാധ്യമാണ്. നമ്മൾ ചാത്താന്മാരെ സേവിക്കലൊക്കെ ഉണ്ടാകും. ചാത്താന്മാരെ സേവിക്കൽ ഇതൊക്കെ ചിലപ്പോൾ എന്താവും, പിശാച് പറയുന്നത് ചെയ്തു കൊടുക്കേണ്ടി വരും. കാഹിനികൾ, ജ്യോത്സ്യന്മാർ, ജ്യോത്സ്യപ്പെടുന്നുകൾ, കൈനോട്ട പെണ്ണുകൾ, പിശാച് പറയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വ്യഭിചരിക്കണം എന്ന് കിടന്നു കൊടുക്കേണ്ടി വരും. എന്നാലേ പിശാച് എന്താക്കുള്ളൂ, ഇവിടെ സായിക്കുള്ളൂ. പിശാച് ഞങ്ങൾക്ക് ഒറ്റച്ചാട്ടത്തിൽ ആകാശത്തിലേക്ക് പോയിട്ട് വരാൻ വേണ്ടി പറ്റും. ശൈത്താനെ ജിന്നുകൾ മൊത്തം ഞങ്ങൾ മലക്കുകളോട് അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ കട്ട് കേട്ടിട്ടാണ് ആര് വരുന്നത്? ഈ ശൈത്താന്മാർ വന്നിട്ട് ആർക്ക് പറഞ്ഞെടുക്കല്? ജ്യോത്സ്യന്മാർക്കും കൈനോട്ടക്കാർക്കും പറഞ്ഞെടുക്കാം. അതായത് ഇവരുടെ വലയിൽ ആരുണ്ടാകും? പിശാചുകളുണ്ടാകും. അതിൽ 9 കളവായിരിക്കും, 1 സത്യം ഉണ്ടാകും. കട്ട് കേൾക്കുന്നല്ലേ, 1 ചിലപ്പോൾ സത്യം ഉണ്ടാകും, ബാക്കി 9 കളവായിരിക്കും. ഇങ്ങനെ സ്വാധീനപ്പെടുത്തണമെങ്കിൽ ശൈത്താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തിരിക്കണം. കള്ളിൻ്റെ ഉണ്ടാവും, ചിലപ്പോൾ കടന്നു കൊടുക്കേണ്ടി വരും, അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ മനുഷ്യനും ഈ രാക്ഷസായ ശൈത്താനും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ട് വരുന്ന കുഞ്ഞാണ് എന്ത്? കുട്ടിച്ചാത്ത എന്ന് പറയുന്ന ടീം. ഒക്കത്തില്ല ഒരഭിപ്രായം. ബിൽക്കിസ് രാജ്ഞിയുടെ സുലൈമാൻ നബി ഇസ്ലാമിയുടെ സബയിലെ രാജ്ഞിയായിരുന്നു. കാന അബവൈ ബിൽക്കിസ് കാന ജിന്നിയൻ, ഉപ്പയോ ഉമ്മയോ ഒരാൾ ജിന്നായിരുന്നു. ബിൽക്കിസ് രാജ്ഞിയുടെ ഉപ്പയോ ഉമ്മയോ ഒരാൾ ആരായിരുന്നു? ജിന്നിയായിരുന്നു. ഇംറാത്തുൽ ജിന്നി യുഖാലു ലഹ റൈഹാന ബിൻതു സക്കൻ എന്നാണ് പേര്. ഉമ്മ ബിൽക്കിസ് രാജ്ഞിയുടെ ഉമ്മ റൈഹാന ബിൻതു സക്കൻ എന്നാണ് പേര്. ബിൽക്കിസ് രാജ്ഞിയുടെ ഉമ്മ ജിന്നിയത്തായ പെണ്ണായിരുന്നു. റൈഹാന എന്നാണ് റൈഹാന ബിൻതു സക്കൻ. അതുകൊണ്ട് തന്നെ ബിൽക്കിസ് രാജ്ഞി വരുന്ന വഴിയിലൊക്കെ സ്ഫടികം ചില്ല് ഇടാൻ വേണ്ടിയിട്ട് ആര് പറയുന്നു? സുലൈമാൻ നബി ഇസ്ലാം പറയുന്നുണ്ട്. സുലൈമാൻ മുസ്ലിമായിട്ട് വരിക, അല്ലെങ്കിൽ എൻ്റെ സൈന്യം ഉണ്ടാവുക, നിങ്ങളെ കീഴ്പ്പെടുത്തും. പിന്നെ മുസ്ലിമായിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് ബിൽക്കിസ് രാജ്ഞിയും സൈന്യം. അപ്പോൾ വരുമ്പോൾ മൊത്തം വഴിയിലൊക്കെ എന്തിടാൻ വേണ്ടി പറയുന്നുണ്ട്? സുലൈമാൻ നബി ഇസ്ലാം ചില്ലിടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്ന് കരുതിയിട്ട് ബിൽക്കിസ് രാജ്ഞി തുണി ഇവിടെ വസ്ത്രം ഇങ്ങനെ പൊക്കി നടക്കുന്നുണ്ട്. ഈ പൊക്കി നടക്കുമ്പോൾ എന്ത് കാണുന്നുണ്ട്? അവിടെ കാൽക്കാലിൽ ഭയങ്കര രോമം കാണുന്നുണ്ട്. അതോടൊപ്പം എന്ത് കാണുന്നുണ്ട്? കണങ്കാലും കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്ന സംഭവം. അത് ജിന്നിന്റെ മോളായത് കൊണ്ടാണ് എന്ത്? മടമ്പ് കുളമ്പ് പോലത്തെ മടമ്പ് പോത്തിൻ്റെയോ കുതിരയുടെ കുളമ്പില്ല, കാലിൻ്റെ കുളമ്പ്, അതുപോലത്തെ മടമ്പായിരുന്നു ബിൽക്കിസ് രാജ്ഞിയുടെ. അതോടൊപ്പം വക്കാന ഫീസ് കണങ്കാലിൽ എന്തുണ്ടായിരുന്നു? നല്ല മുടി ഉണ്ടായിരുന്നു, ഭയങ്കര രോമം. പെണ്ണുങ്ങൾക്ക് സാധാരണ എന്തില്ല, രോമമില്ല. പക്ഷെ ബിൽക്കിസ് രാജ്ഞിക്ക് ഭയങ്കര രോമം. ജിന്നിയത്തായ പെണ്ണിൻ്റെ മോളാണ് ബിൽക്കിസ്. ഏത് രൂപത്തിലേക്കും, മൃഗത്തിൻ്റെ ഏത് രൂപത്തിലേക്കും രൂപം മാറാം. ജിന്നുകൾക്ക് രൂപം മാറാൻ വേണ്ടി പറ്റും. അപ്പോൾ ബിൽക്കിസ് രാജ്ഞിയുടെ മടമ്പ് കുളമ്പ് പോലെയുള്ള മടമ്പും കണങ്കാലിൽ നല്ല രോഗവും ഉണ്ടായിരുന്നു എന്നും. സുലൈമാൻ നബി ഇസ്ലാം ബിൽക്കിസ് രാജ്ഞിയെ കല്യാണം കഴിക്കുന്നുണ്ട്. فأمر الشياطين فاتخذوا الحمام والنور. അങ്ങനെ പിശാചുക്കളോട് കൽപ്പിച്ചു. പിശാചുക്കൾ അധീനപ്പെടുത്തിയ ആളാണ് സുലൈമാൻ നബി ഇസ്ലാം. അങ്ങനെ അവരെന്താക്കി?
കുമ്മായൊക്കെ ഉണ്ടാക്കിയിട്ട് ആ രോമമൊക്കെ ഉണ്ടാക്കി കളഞ്ഞു, ഉടച്ചു കളഞ്ഞു. സുലൈമാൻ അലൈഹിസ്സലാം അത് രോമം ഉണ്ടായിരുന്നു. ജിന്നിയത്തായ ഉമ്മയുടെ മോളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദു അബവൈ ബിൽഖീസ് കാന ജിന്നിയൻ. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ബിൽഖീസ് രാജ്ഞിയുടെ മാതാപിതാക്കളിൽ ഒരാൾ ജിന്നായിരുന്നു. ബാക്കി മക്കളുടെ ക്ലാസ് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിനെ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തുവാനും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പൈശാചികമായ ഷർറിൽ നിന്ന് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്തിലാക്കട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.